UDF ആഹ്വാനം ചെയ്ത ഹർത്താലിനെ തുടർന്ന് രാവിലെ മുതൽ തന്നെ വയനാട്ടിൽ പ്രവർത്തകർ വാഹനങ്ങൾ തടയാൻ തുടങ്ങിയിരുന്നു. ജില്ലാസ്ഥാനമായ കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലുമൊക്കെ പ്രവർത്തകർ റോഡിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു. വലിയ പ്രതിഷേധമാണ് ജില്ലയുടെ എല്ലാ ഭാഗത്തും ഉയരുന്നത്. രണ്ടുപേരെ 24 മണിക്കൂറിനുള്ളിൽ കാട്ടാന കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് എല്ലായിടത്തും നടക്കുന്നത്. KSRTC ബസ്സുകൾ രാവിലെ മുതൽ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും പലയിടത്തും UDF പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞു. ദീർഘദൂര ബസ്സുകൾ രാവിലെ കടത്തിവിട്ടിരുന്നെങ്കിലും പിന്നീട് ബസ്സുകൾ പലയിടത്തും തടയുകയാണ് പ്രവർത്തകർ. പലയിടത്തും അതുകൊണ്ട് തന്നെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. എന്തായാലും ഹർത്താൽ സമാധാനപരമാണ്. വാഹനങ്ങൾ തടയുന്നുണ്ടെങ്കിൽ കൂടി മറ്റ് സംഘർഷങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ പലയിടത്തും ഈ പ്രതിഷേധം കാരണം ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ട്. ഇപ്പോഴും എല്ലാ മേഖലകളിലും പ്രതിഷേധം തുടരുകയാണ്. പ്രവർത്തകർ എല്ലായിടത്തും റോഡിലിറങ്ങിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ മിക്ക സ്ഥലത്തും ഓടുന്നുണ്ട്. അതുപോലെ അടിയന്തര ആവശ്യങ്ങളുള്ള വാഹനങ്ങളെയൊക്കെ കടത്തിവിടുന്നുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലിനോട് സഹകരിക്കില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിലും കടകൾ എവിടെയും തുറന്നിട്ടില്ല. മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. സർക്കാർ ഓഫീസുകളിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലുമെല്ലാം ഹാജർ നില വളരെ കുറവാണ്. പലയിടത്തും ഓഫീസുകൾ അടഞ്ഞു കിടക്കുകയുമാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.